നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ ബുധനാഴ്ച പുലിയിറങ്ങും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാലോണനാളിലെ മത്സര കാഴ്ചകൾക്കായി നാടൊന്നാകെ കാതോർക്കും. സർപ്രൈസ് കാഴ്ചകളും കുട്ടിപ്പുലികളും ആവേശവും കാഴ്ചക്കാർക്ക് വിരുന്നാകും. രാവിലെ മുതൽ തൃശൂരിൽ ഗതാഗത നിയന്ത്രണം. റോഡപകട മരണം സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കുന്നംകുളം പോലീസ് കള്ളക്കേസെടുത്തു എന്നാരോപിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് വ്യാഴാഴ്ച. കേസെടുത്തത് ബസ് മാഫിയ സംഘത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണെന്നും ഇതിന് സിപിഎമ്മിന്റെ ഒത്താശയുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം. പനി ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചു. ഒരുമനയൂർ നോർത്ത് അമൃത വിദ്യാലയത്തിന് സമീപം വടുക്കുംപുറം പ്രമോദിന്റെ ഭാര്യ 45 വയസ്സുള്ള സിന്ധുവാണ് മരിച്ചത്. പ്രവാചക കീർത്തനങ്ങളുടെ ഇശൽ പൊലിമയിൽ നബിദിനാഘോഷങ്ങൾ. വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിയും അനുബന്ധ പരിപാടികളും വർണ്ണാഭം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ബുധനാഴ്ച പുലികൾ ഇറങ്ങും. പുലിക്കളിയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. 4ാം ഓണത്തിലെ മത്സര കാഴ്ചകൾക്കായി നാടൊന്നാകെ കാതോർക്കുകയാണ്. നീണ്ട നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് പുലികൾ നിരത്തുകളിലിറങ്ങുന്നത്. സർപ്രൈസ് കാഴ്ചകളും ഉണ്ടാകും. കുട്ടിപ്പുലികൾക്കും ആവേശം ഒട്ടും കുറവല്ല. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി സംബന്ധിച്ച ആശങ്കകളും പുലിക്കളി സംഘങ്ങളുടെ പ്രതിഷേധവും മറ്റ് വിവാദങ്ങളുമൊക്കെ ഉയർന്നിരുന്നുവെങ്കിലും ഓണാഘോഷത്തിന് പൊലിമയേകാൻ കുടമണി കുലുക്കിയുള്ള പുലിയിറക്കത്തിന് ഇക്കുറിയും മാറ്റമില്ല. തിരക്ക് പരിഗണിച്ച് ബുധനാഴ്ച രാവിലെ മുതൽ തൃശൂർ നഗരത്തിൽ ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ സ്വരാജ് റൌണ്ടിലും ഓണാഘോഷങ്ങൾ നടക്കുന്ന തേക്കിൻകാട് മൈതാനി നായ്ക്കനാൽ പ്രദേശത്തും വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. ഉച്ചയ്ക്ക് 2 മണി മുതൽ സ്വരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും വാഹന ഗതാഗതം നിയന്ത്രിക്കും. പുലിക്കളി തീരുന്നതുവരെ ഒരു തരത്തിലുള്ള വാഹനങ്ങൾക്കും റൌണ്ടിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ലെന്നും പോലീസ് അറിയിച്ചു. റോഡപകട മരണം സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കുന്നംകുളം പോലീസ് കള്ളക്കേസെടുത്തു എന്നാരോപിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മത്സര ഓട്ടത്താൽ മുണ്ടൂരിൽ വെച്ച് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിടിച്ച് കേച്ചേരി സ്വദേശിയായ എഞ്ചിനീയർ വിദ്യാർത്ഥി മരിച്ചതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാവും എക്സ് ജനറൽ സെക്രട്ടറിയുമായ എം മുഹസിൻ ബസ്സുകളുടെ മരണപ്പാച്ചിൽ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇതിനു വന്ന കമന്റുകളുടെ സ്വഭാവം ചൂണ്ടിക്കാട്ടിയാണ് മുഹസിനെതിരെ പോലീസ് കേസെടുത്തത്. ഇദ്ദേഹത്തിന്റെ ഫോൺ പോലീസ് പിടിച്ചുവച്ചിരിക്കുകയാണെന്നും ബസ് മാഫിയ സംഘത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് പോലീസിന്റെ ഇത്തരത്തിലുള്ള നാണിപ്പിക്കുന്ന പ്രവൃത്തിയെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇന്ന് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഭരണകൂടം പെരുമാറുന്ന തലത്തിന്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ സംഘപരിവാർ ഭരണകൂടത്തിനെ നാണിപ്പിക്കുന്ന തലത്തിലുള്ള നടപടിയാണ് കുന്നംകുളം പോലീസ് ചെയ്തിരിക്കുന്നത്. ഇതിന് സിപിഎമ്മിന്റെ പിന്തുണയുള്ളതായി സംശയിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. രാഷ്ട്രീയ വേർതിരിവില്ലാതെയാണ് തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടത്. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ നടത്തിയത്. എന്നാൽ പോലീസ്, പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും അടക്കം 17 പേരെ പ്രതിഷേധത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തു. അപ്പൊ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതോ അല്ലെങ്കിൽ കലാപ ആഹ്വാനമല്ല. നേരത്തെ സൂചിപ്പിച്ച അന്നത്തെ സമരത്തിൽ വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആ ജനകീയ കൂട്ടായ്മ പാലം വലിക്കുകയും അതിൽ അറസ്റ്റ് വരിച്ച 17 പേരിൽ 15 പേർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടും 2 പേർ നിഷ്പക്ഷരും. ആ 15 പേരുടെ രാഷ്ട്രീയം യാതൊരു കാരണവശാലും CPM അല്ല എന്നുള്ളതുകൊണ്ടാണ് ഷാജഹാൻ അടക്കമുള്ള കുന്നംകുളം പോലീസ് കേസെടുത്തത്. മേഖലയിൽ വലിയ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ കേസുണ്ടായിട്ടും തൊടാൻ മടിക്കുന്ന പോലീസ് യൂത്ത് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം വൈസ് പ്രസിഡന്റും എക്സ് കേച്ചേരിയുടെ ജനറൽ സെക്രട്ടറിയുമായ എം മുഹസിനെതിരെ എടുത്ത കള്ളക്കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച രാവിലെ 10-ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് AICC മെമ്പറും മുൻ MLAയുമായ അനിൽ അക്കര ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, KPCC സെക്രട്ടറി CC ശ്രീകുമാർ തുടങ്ങി സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, ചൂണ്ടൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ P മാധവൻ, ആൻഡോ പോൾ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം.
പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. ഒരുമനയൂർ നോർത്ത് അമൃത വിദ്യാലയത്തിന് സമീപം വടുക്കുംപുറം പ്രമോദിന്റെ ഭാര്യ 45 വയസ്സുള്ള സിന്ധുവാണ് മരിച്ചത്. പനിയെ തുടർന്ന് സിന്ധു ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഈ മാസം 13-ന് ചികിത്സ തേടിയിരുന്നു. മരണത്തെ തുടർന്ന് ഒരുമനയൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയതായി പ്രസിഡന്റ് വിജിത സന്തോഷ് അറിയിച്ചു. നന്ദന, നവീൻ എന്നിവരാണ് മക്കൾ. മനു മരുമകനാണ്. പൊന്നോണ നാളിൽ പത്തരമാറ്റുള്ള സത്യസന്ധതയുമായി ഓട്ടോ ഡ്രൈവർ ബഷീർ. റോഡരികിൽ നിന്ന് കണ്ടുകിട്ടിയ സ്വർണ്ണ പാദസരങ്ങൾ ഉടമയെ കണ്ടെത്തി നൽകിയാണ് കിടങ്ങൂർ കുളങ്ങര വളപ്പിൽ ബഷീർ മാതൃകയായത്. തിരുവത്ര സ്വദേശിയായ പാലയ്ക്കൽ അലിയുടെ മകൾ 10 വയസ്സുകാരി ആയിഷ സമറിന്റെ 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ പാദസരങ്ങളാണ് നഷ്ടപ്പെട്ടത്. പഴുതാനിയിലുള്ള ഭാര്യ വീട്ടിലേക്ക് വരുന്നതിനിടയിൽ മരത്തങ്കോട് പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റിന് സമീപം വാഹനം നിർത്തി അലിയും കുടുംബവും ഇറങ്ങിയപ്പോഴാണ് മകളുടെ കൈവശമുണ്ടായിരുന്ന പാദസരങ്ങൾ നഷ്ടപ്പെട്ടത്. എന്നാൽ വൈകുന്നേരത്തോടു കൂടിയാണ് പാദസരം നഷ്ടപ്പെട്ട വിവരം ഇവർ അറിഞ്ഞത്. ഉടനെ തന്നെ വീട്ടിലും പരിസരത്തും സൂപ്പർ മാർക്കറ്റിന് സമീപവും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൈകിട്ട് സൂപ്പർ മാർക്കറ്റിന്റെ സമീപമുള്ള തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചിറങ്ങുമ്പോഴാണ് ബഷീർ റോഡരികിൽ പാദസരങ്ങൾ കിടക്കുന്നത് കണ്ടത്. പിന്നീട് സൂപ്പർ മാർക്കറ്റിൽ അന്വേഷിച്ച് ഉടമയെ കണ്ടെത്തി നൽകുകയായിരുന്നു. തമിഴ്നാട് സ്വദേശിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതിയായ എരനല്ലൂർ സ്വദേശിയെ വെറുതെ വിട്ടു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് തമിഴ്നാട് സ്വദേശിയായ ശേഖർ എന്നയാളെ കുത്തിക്കൊലപ്പെടുത്തി എന്ന കേസിലെ 1-ാം പ്രതി കേച്ചേരി എരനല്ലൂർ കളരിക്കൽ രാജുവിനെയാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. 2014-ലാണ് കേസിനാസ്പദമായ സംഭവം. ശേഖറിന്റെ മുറപ്പെണ്ണുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കവും വിരോധവും കൊലപാതകത്തിനു കാരണമായി എന്നാണ് കേസ്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 20 സാക്ഷികളെ വിസ്തരിക്കുകയും 25 രേഖകൾ ഹാജരാക്കുകയും ചെയ്തുവെങ്കിലും പ്രോസിക്യൂഷൻ കേസ് വിശ്വസനീയമല്ലെന്ന പ്രതിഭാഗവാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. മുറിവുകളിലെ പൊരുത്തക്കേടുകൾ, എഫ്ഐആറിലുള്ള കാലതാമസം തുടങ്ങിയ പ്രതിഭാഗവാദങ്ങൾ അംഗീകരിച്ചാണ് തൃശൂർ 4-ാം അഡീഷണൽ ജില്ലാ ജഡ്ജ് KV രജനീഷ് 1-ാം പ്രതിയെ വെറുതെ വിട്ടത്. അഡ്വക്കേറ്റ് സോജൻ ജോബ് 1-ാം പ്രതിക്ക് വേണ്ടി ഹാജരായി. ഒളിവിൽ പോയ 2-ാം പ്രതി തമിഴ്നാട് സ്വദേശി കോടാലിക്ക് വീണ്ടും വിചാരണ നേരിടേണ്ടി വരും. ഭാരതീയ മസ്ദൂർ സംഘം ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ജയന്തി ആചരിച്ചു. ചാവക്കാട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വിശ്വകർമാത്മാവിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം പുഷ്പാർച്ചന നടത്തി മേഖലാതല ഉദ്ഘാടനം നിർവഹിച്ചു. BMS ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് KA ജയതിലകൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റുമാരായ KV ശ്രീനിവാസൻ, VK സുരേഷ് ബാബു, മേഖലാ ട്രഷറർ സുരാജ് കോട്ടപ്പടി, ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ചാവക്കാട് യൂണിറ്റ് സെക്രട്ടറി KV രാമചന്ദ്രൻ, അജിതൻ, സുനി ചില്ലി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഓണവിശേഷം. പൊന്നോണം നെഞ്ചാകെ നെഞ്ചാകെ ആഹ്ലാദത്തിന്റെ നിറവോടെ മലയാളികൾ പൊന്നോണം ആഘോഷിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളാണ് വിവിധയിടങ്ങളിൽ നടന്നത്. വിശദാംശങ്ങളിലേക്ക്. ചാലിശ്ശേരി കുന്നത്തേരി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാലയുടെ നേതൃത്വത്തിൽ ഓണം ആഘോഷിച്ചു. ഉത്രാട ദിനത്തിൽ പൂക്കള മത്സരവും അവിട്ട ദിനത്തിൽ വിവിധതരം മത്സരങ്ങൾ, ക്വിസ്, കരോക്കെ ഗാനങ്ങൾ, തിരുവാതിരക്കളി, വടംവലി തുടങ്ങിയവ നടന്നു. വിജയികൾക്ക് CSB ബാങ്ക് മാനേജർ സുരേഷ് ബാബു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് KK ദാസൻ അധ്യക്ഷനായി. ചടങ്ങിൽ സെക്രട്ടറി പ്രഭാകരൻ KK സ്വാഗതവും കലാസമിതി പ്രസിഡന്റ് TS സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. ഭാരതീയ കിസാൻ സംഘ് ചീരംകുളം യൂണിറ്റ് ഓണത്തോടനുബന്ധിച്ച് പൂക്കളമിടൽ, പെയിന്റിംഗ്, ചിത്രരചന, കവിതാരചന മത്സരങ്ങൾ നടത്തി. സമ്മാന വിതരണ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പ്രേംരാജ് മണിയന്ത്ര അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി തോപ്പിൽ ഷാ ജേതാക്കളെ പ്രഖ്യാപിച്ചു. പൂക്കള മത്സരത്തിൽ നിമിഷ, അധീന, വിജയറാണി എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ഡ്രോയിംഗ് മത്സരത്തിൽ ആതിര 1-ാം സ്ഥാനവും വിഘ്നേഷ് 2-ാം സ്ഥാനവും, പെയിന്റിംഗിൽ നീഹാര, ആതിര, ആൻമരിയ എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾക്കും അർഹരായി. പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീജ പ്രേംരാജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഉഷ തോപ്പിൽ നന്ദിയും പറഞ്ഞു. ചൊവ്വന്നൂർ മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വടംവലി മത്സരം സംഘടിപ്പിച്ചു. KR നാരായണൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മത്സരം കുന്നംകുളം സബ് ഇൻസ്പെക്ടർ പോളി ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളായ NM സുമേഷ്, സിൻസി ജോർജ്, ചൊവ്വന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസിഡന്റ് CK ബാബുട്ടൻ, ക്ലബ് സെക്രട്ടറി കൃഷ്ണദത്ത്, പ്രസിഡന്റ് അശ്വജിത്ത് എന്നിവർ സംസാരിച്ചു. 8 ടീമുകൾ പങ്കെടുത്ത 520 കിലോ മത്സരത്തിൽ സ്ഫടികം ചൊവ്വന്നൂർ 1-ാം സമ്മാനവും SNS 2-ാം സമ്മാനവും അഘോരീസ് 3-ാം സമ്മാനവും കരസ്ഥമാക്കി.
മറ്റു വാർത്തകളിലേക്ക്. BMS കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമാവിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 17 ദേശീയ തൊഴിലാളി ദിനമായി ആഘോഷിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ മേഖലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച ജാഥ നഗരകേന്ദ്രത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു കാവിലക്കാട് ഉദ്ഘാടനം ചെയ്തു. MC ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. മേഖലാ ഭാരവാഹികളായ KK തിലകൻ, SK സതീശൻ, PB പ്രമോദ്, KA അജീഷ്, KA പ്രകാശൻ എന്നിവർ സംസാരിച്ചു. BMS മേഖലാ സെക്രട്ടറി SP പ്രേമദാസ് സ്വാഗതവും VB ശരത്ത് നന്ദിയും പറഞ്ഞു. SNDP യോഗം ഗുരുവായൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണത്തിന് തുടക്കമായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യൂണിയൻ ഓഫീസിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗുരുമണ്ഡപത്തിൽ രാവിലെ ഗുരുപൂജയും അഷ്ടോത്തര നാമാവലിയും ഭജനാവലിയും നടന്നു. തുടർന്ന് നഗരസഭാ ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗം കൌൺസിലർ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. 18-ന് സെക്കുലർ ഹാളിൽ SNDP യോഗം കൌൺസിലർ ബേബി റാം ഉദ്ഘാടനം ചെയ്യും. 19-ന് ഫ്രീഡം ഹാളിൽ യോഗം കൌൺസിലർ ഷീബയും 20-ന് ഫ്രീഡം ഹാളിൽ യൂണിയൻ സെക്രട്ടറി PA സജീവനും ഉദ്ഘാടനം നിർവഹിക്കും. 21-ന് ടൗൺ ഹാളിൽ നടക്കുന്ന സമാദരണ സദസ്സ് യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. സമാധി ദിവസം ദൈവദശകവും സമാധി ഗീതത്തിന് ശേഷം സമർപ്പണം ചൊല്ലി ശാന്തിയാത്രയും ഉണ്ടാകും. ഭാരവാഹികളായ PA സജീവൻ, PS പ്രേമാനന്ദൻ, MA ചന്ദ്രൻ, AS വിമലാനന്ദൻ, PP സുനിൽകുമാർ, രമണി ഷൺമുഖൻ, ശൈലജ കേശവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറുടെ ഇടപെടൽ ബലം കണ്ടു. കരാറുകാരൻ പിന്തിരിഞ്ഞ് മുടങ്ങിക്കിടന്ന മാറഞ്ചേരി പഞ്ചായത്തിലെ കൃഷ്ണപണിക്കർ റോഡ് നിർമ്മാണം ആരംഭിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ AK സുബൈറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. വർഷങ്ങളായി യാത്രാ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 4 വാർഡുകളിലൂടെ കടന്നുപോകുന്ന 2 പ്രധാനപ്പെട്ട പാതകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ പ്രദേശം. 300 മീറ്റർ കോൺക്രീറ്റിംഗും 900 മീറ്റർ ടാറിംഗും 45 മീറ്റർ ഡ്രൈനേജും 60 മീറ്റർ കോൺക്രീറ്റ് സ്ലാബും ഉൾപ്പെടുന്ന നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിച്ചത്. റോഡിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി ഡിവിഷൻ മെമ്പർ AK സുബൈറാണ് 2021-22 സാമ്പത്തിക വർഷം റോഡിന് ഫണ്ട് വകയിരുത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ടെൻഡറായെങ്കിലും കരാറുകാരൻ പിന്തിരിയുകയായിരുന്നു. തുടർന്ന് ഡിവിഷൻ മെമ്പറുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായാണ് വീണ്ടും ഫണ്ട് വകയിരുത്തി പ്രവൃത്തി പുനരാരംഭിച്ചത്. പ്രവാചക കീർത്തനങ്ങളുടെ ഇശൽ പൊലിമയിൽ നബിദിനാഘോഷങ്ങൾ. വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും അനുബന്ധ പരിപാടികളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. പൊന്നിയൂർകുളം അണ്ടത്തോട് ഉരുളുമ്മൽ നൂറുൽ ഹുദ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ ഉരുളുമ്മൽ മസ്ജിദിൽ വെച്ച് സുബഹി നമസ്കാരത്തിനു ശേഷം മൗലിദ് പാരായണം നടന്നു. തുടർന്ന് 7 മണിക്ക് സ്വാലിഹ് തങ്ങൾ പതാക ഉയർത്തി ഘോഷയാത്ര ആരംഭിച്ചു. ദഫ്മുട്ടിന്റെയും സ്കൌട്ടിന്റെയും അകമ്പടിയോടുകൂടിയാണ് മദ്രസ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരുന്ന വർണ്ണശബളമായ ഘോഷയാത്ര നടത്തിയത്. പനന്തറ സുബിൻ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് ഐസ്ക്രീം വിതരണവും ഉണ്ടായിരുന്നു. തുടർന്ന് അന്നദാനവും നടന്നു. സമാപന സമ്മേളനം മഹൽ ഖത്തീബ് ഹസൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് TP അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ ഹാജി വാലിയിൽ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. കോർഡിനേറ്റർ PK താരിഖ് നന്ദിയും പറഞ്ഞു. വയലത്തൂർ ജുമാ മസ്ജിദിൽ മദ്രസ വിദ്യാർത്ഥികൾ പ്രത്യേകം തയ്യാറാക്കിയ പൗരാണിക ഇൻഡോ അറബ് കലാസാംസ്കാരിക രൂപങ്ങൾ പ്രദർശിപ്പിച്ച എക്സ്പോ 2024 പവലിയനും വിവിധ കലാമത്സരങ്ങളും നടന്നു. സന നസ്രിൻ, നാസില സുലൈമാൻ, ഐഷ ഷിഫ, ഫിദ ഫാത്തിമ എന്നീ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ എക്സ്പോ കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. മഹല്ല് പ്രസിഡന്റ് കാസിം ഹാജി, വൈസ് പ്രസിഡന്റ് മൂസ മാസ്റ്റർ, മഹല്ല് ജനറൽ സെക്രട്ടറി കലാം കൊടവനയിൽ, മദ്രസ സെക്രട്ടറി ജലീൽ വെട്ടിശ്ശേരി, ഉമ്മർ ചേപ്പുള്ളി, ഹംസ മുണ്ടോക്കിൽ, കെബീർ, മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ടോപ്പിക് ഉണ്ടായിരുന്നു ഇസ്ലാമിക് ഹെറിറ്റേജ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 3 ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കിയതാണ് ഈ 3 എക്സിബിഷനും. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന എക്സാമുകളെടുക്കും ഞങ്ങൾക്ക് പറ്റാവുന്ന എല്ലാം ചെയ്തിട്ട് ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും പരിശ്രമത്തിൻ്റെ ബാക്കിലുണ്ട്. മരത്തംകോട് നൂറുൽ ഹുദ മദ്രസയിൽ മഹല്ല് കമ്മിറ്റിയുടെയും മീലാദ് സ്വാഗത സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മഹല്ല് പ്രസിഡന്റ് മൊയ്തുട്ടി സാഹിബ് പതാക ഉയർത്തി. തുടർന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരുന്ന ഘോഷയാത്രയും അന്നദാനവും നടന്നു. വൈകിട്ട് 7 മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. മഹല്ല് ചെയർമാൻ മുസ്തഫ നദ്വി, മഹല്ല് പ്രസിഡന്റ് മഹൽ ഖത്തീബ് ഇസ്മായിൽ ഫൈസി, ഉസ്താദുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടുതല ഉള്ളിശ്ശേരി ജുമാ മസ്ജിദിൽ തിങ്കളാഴ്ച പുലർച്ചെ മൗലിദ് പാരായണത്തിന് ഖത്തീബ് കമാലി സുബൈർ അൻവരി, ദർസ് ഉസ്താദ്, മദ്രസ സദർ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹല്ല് കമ്മിറ്റി ചെയർമാൻ KA അസി പതാക ഉയർത്തി. തുടർന്ന് മദ്രസ ദർസ് വിദ്യാർത്ഥികൾ പങ്കെടുത്ത റാലി നടന്നു. മഹല്ല് കമ്മിറ്റി മിലാദ് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ദഫ്മുട്ട് ഉൾപ്പെടെയുള്ള പരിപാടികൾ റാലിക്ക് മാറ്റേകി. തുടർന്ന് പള്ളിയങ്കണത്തിൽ മൗലിദ് പാരായണവും നടന്നു.
പഴുന്നാന മഹല്ല് കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും സംയുക്തമായി നബിദിനം ആഘോഷിച്ചു. ജുമാ മസ്ജിദ് അങ്കണത്തിൽ മഹല്ല് പ്രസിഡന്റ് A.Y. ലത്തീഫ് ഹാജി പതാക ഉയർത്തി. ഖത്തീബ് യൂസുഫ് അലി ബാഖവി പ്രാർത്ഥന നടത്തി. മുദരിസ് സൈനുൽ ആബിദ്ദീൻ അഹ്സനി നബിദിന സന്ദേശം നൽകി. മഹല്ല് കമ്മിറ്റി അംഗങ്ങളായ KM സ്വാദിഖ്, മനാഫ് ഉസ്താദ്, KE സൈനുദ്ദീൻ, യൂസുഫ് ഹാജി, KK ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നബിദിന റാലി നടന്നു. വിദ്യാർത്ഥികളുടെ ഫ്ലവർ ഷോ, സ്കൗട്ട്, ദഫ്, പഴുന്നാന മഹല്ല് യുവജന സമിതിയുടെ മെഗാദഫ് തുടങ്ങിയവ റാലിക്ക് മാറ്റുകൂട്ടി. AKG നഗർ മുഹ്യുദ്ദീൻ മസ്ജിദിൽ നിന്നും ആരംഭിച്ച നബിദിന സ്നേഹയാത്രയ്ക്ക് സെക്രട്ടറി AV കബീർ, ട്രഷറർ PI സലീം, ജോയിന്റ് സെക്രട്ടറി PK ഷമീർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ PK സുബൈർ, വൈസ് പ്രസിഡന്റ് VM ഷാജഹാൻ, മഹല്ല് കമ്മിറ്റി മെമ്പർ AM ഷജീർ, ജുനൈദ് ഫാദിലി, മുഹമ്മദ് ഫാദിലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ദഫ്മുട്ട്, സ്കൗട്ട് പ്രകടനം, ഫ്ലവർ ഷോ തുടങ്ങിയ കലാപരിപാടികൾ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ചാലിശ്ശേരി ആലിക്കര ഹിദായത്തുൽ ഇസ്ലാം മദ്രസയ്ക്ക് കീഴിൽ നടന്ന നബിദിന ഘോഷയാത്രയിൽ ആലിക്കര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് VA മുഹമ്മദ് പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഫൈസി പ്രാർത്ഥന നടത്തി. സ്വദർ മുഅല്ലിം ഇർഷാദ് വാഫി അധ്യക്ഷനായി. മഹല്ല് ജനറൽ സെക്രട്ടറി KK മുഹമ്മദ്, ട്രഷറർ ഹൈദ്രസ്, വൈസ് പ്രസിഡന്റ് ഷാജഹാൻ, ഹനീഫ മുസ്ലിയാർ, മുഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എയ്യാൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷത്തിൽ അരങ്ങേറിയ പ്രായമേറിയവരുടെ ദഫ്മുട്ട് ശ്രദ്ധേയമായി. നബിദിനാഘോഷത്തിൽ വ്യത്യസ്തത വേണമെന്ന കാഴ്ചപ്പാടും പ്രായമായവരെ കൂടി ആഘോഷങ്ങളിൽ പങ്കാളികളാക്കുകയെന്ന ലക്ഷ്യവുമാണ് വയോധികരുടെ ദഫ്മുട്ട് എന്ന ആശയത്തിന് പുറകിലുള്ളത്. NICE കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇത്തരമൊരു ചിന്ത മുന്നോട്ട് വച്ചത്. മഹല്ല് ഭാരവാഹികളും നിവാസികളും ഇതിന് പൂർണ്ണ പിന്തുണ നൽകി. മഹല്ലിലുള്ള 60 വയസ്സിനും 80 വയസ്സിനും ഇടയിലുള്ളവരെ കണ്ടെത്തി ഇവർ പ്രയാസമില്ലാത്ത ഇനങ്ങൾ പരിശീലിപ്പിച്ചു. 4 ദിവസം കൊണ്ടാണ് ദഫ്മുട്ട് പരിശീലിപ്പിച്ചത്. OM ഖാസിം, റഫീഖ് പത്തൻസ്, KA ഹമീദ് എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. അബ്ദുള്ള കരുമത്ത് ഞാലിൽ, അബ്ദുറഹ്മാൻ ഊക്കയിൽ, KV കുഞ്ഞുമോൻ, PM മുത്തു, ഇടുക്കി ഉസ്താദ്, ഹസൻ കാരെങ്കിൽ, കുഞ്ഞുമോൻ കൂട്ടുങ്ങൽ, മോനു എന്നിവരാണ് ദഫ് അവതരിപ്പിച്ചത്. നബിദിനാഘോഷത്തിന് മഹല്ല് പ്രസിഡന്റ് KM കുഞ്ഞുമരക്കാർ, ഖത്തീബ് ഇബ്രാഹിം ഫൈസി പഴുന്നാന, മഹല്ല് സെക്രട്ടറി KM മുഹമ്മദ്, PV കുഞ്ഞുമോൻ, അലി അഷ്റഫി, KM അൻസാർ, UM ഷമീർ, OS ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് എരുമപ്പെട്ടി. ഓർമ്മകളുടെ രുചിഭേദങ്ങൾ പകർന്ന രാജുവിന്റെ ചായക്കട വീണ്ടും തുറന്നു. ദേശീയപാത സ്ഥലമെടുപ്പിനെ തുടർന്ന് പാതിവഴിയിൽ അവസാനിപ്പിച്ച ചായക്കടയാണ് നബിദിനത്തിൽ താൽക്കാലികമായി തുറന്നത്. RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അരനൂറ്റാണ്ടിലധികമായി നടത്തിയിരുന്നതും പാതിവഴിയിൽ നിർത്തേണ്ടി വന്നതുമായ ചായക്കട രാജു നബിദിനത്തിൽ തുറന്നത് പ്രിയപ്പെട്ടവരുടെ സ്നേഹനിർബന്ധത്തിന് വഴങ്ങിയാണ്. എടക്കഴിയൂർ അതിർത്തിയിൽ കഴിഞ്ഞ 59 വർഷമായി നാട്ടുനന്മയുടെ നറുമണം വിടരുന്ന ചായക്കട തുറന്നിരുന്ന തിരുവത്ര കുഞ്ചേരി മത്രംകൂട്ട് രാജുവിന് അത് അവസാനിപ്പിക്കേണ്ടി വന്നത് ദേശീയപാത സ്ഥലമെടുപ്പിനെ തുടർന്നായിരുന്നു. പിതാവായി തുടങ്ങിവെച്ചതാണ് അതിർത്തി പെട്രോൾ പമ്പിന് മുൻവശത്തെ ചെറിയ ചായക്കട. സ്കൂൾ പഠന സമയം മുതൽ രാജു സഹായത്തിനായി കടയിൽ സജീവമായിരുന്നു. പിന്നീട് പൂർണ്ണമായ നടത്തിപ്പുകാരനായി. 4 പതിറ്റാണ്ടോളം ഇന്നാടിന് ചായയും പലഹാരവും നൽകിയ കൈപുണ്യത്തിന് നാട്ടുകാരുടെയും നിറപിന്തുണയുണ്ടായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ ചായക്കട നിലനിന്നിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റിയതോടെ രാജുവിന് ഉപജീവനത്തിനായുള്ള അത്താണി ഇല്ലാതെയായി. ഇവിടെ എത്തുന്ന പതിവുകാർക്കും അത് നോവു നിറഞ്ഞ അനുഭവമായി. പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഓട്ടോ തൊഴിലാളിയായി മാറിയ രാജുവിനെ കഴിഞ്ഞ ദിവസം കിറാമൻകുന്ന് മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന പാസ്കോയുടെ പ്രവർത്തകരാണ് വീണ്ടും പഴയ കർമ്മരംഗത്തേക്ക് എത്തിച്ചത്. പ്രിയപ്പെട്ടവരുടെ സ്നേഹനിർബന്ധത്തിന് വഴങ്ങി തിരുവത്ര കിറാമൻകുന്ന് പള്ളി മദ്രസയിലെ നബിദിന പരിപാടിക്ക് ചായ നൽകിയ രാജു കൈപുണ്യത്തിന്റെയും രുചി വൈവിധ്യത്തിന്റെയും നിറവ് സമ്മാനിച്ചാണ് മടങ്ങിയത്. 19 വർഷമായിട്ട് ഞങ്ങൾ ഇതിൽ അച്ഛനായിട്ട് കച്ചവടം ചെയ്തതാണ്. അപ്പോൾ ഇവരുടെ ഭാഗമായിട്ട് കച്ചവടം നഷ്ടപ്പെട്ടു. പിന്നെ നോമ്പ് നബിദിനം എന്നൊക്കെ ചായ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവരിനെ വന്ന് വിളിക്കുമ്പോൾ ഞാൻ പോയി സഹായിക്കുന്നത് മാത്രം. CCTV ന്യൂസ് ചാവക്കാട്.
മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മിലാദ് കോൺഫറൻസും നബിദിന റാലിയും ബുധനാഴ്ച ചാവക്കാട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 400 മഹല്ലുകളിൽ നിന്നായി 5000-ഓളം പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, SYS, SSF, SMSS, JM തുടങ്ങി സുന്നി പ്രാസ്ഥാനി കുടുംബത്തിന്റെ സഹകരണത്തോടെയാണ് കോൺഫറൻസ് നടത്തുന്നത്. വൈകിട്ട് 4-ന് മണത്തല ജുമാഅത്ത് പള്ളി പരിസരത്ത് നിന്ന് അർബന സംഘം, ദഫ് സംഘം എന്നിവയുടെ അകമ്പടിയോടെ പ്രവാചക പ്രകീർത്തനങ്ങളുമായി ജില്ലാ മിലാദ് റാലിയോടെയാണ് തുടക്കമാവുക. വൈകിട്ട് 5-ന് ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വാദി മദീനയിൽ ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് മൗലീദിന് ആരംഭമാകും. സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മദ്ഹ് റസൂൽ പ്രഭാഷണം നടത്തുമെന്നും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും ജില്ലാ സെക്രട്ടറി PU അലി, സ്വാഗത സംഘം കോർഡിനേറ്റർ CV മുസ്തഫ സഖാഫി, ജനറൽ കൺവീനർ ജമാലുദ്ദീൻ ഹാജി, SYS സോൺ പ്രസിഡന്റ് നിസാർ മേച്ചേരിപ്പടി എന്നിവർ അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. അകലാട് ബൈക്ക് റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച് യാത്രികന് പരിക്കേറ്റു. വെളിയംകോട് സ്വദേശി 52 വയസ്സുള്ള ആലുങ്ങൽ ഹംസയ്ക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അകലാട് മൊയ്തീൻ പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ ഹംസയെ അകലാട് 3 വി കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. കുന്നംകുളത്തുകാരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട കൂട്ടായ്മയായ NRI ഫോറം UAE നേതൃത്വത്തിലുള്ള ഓണാഘോഷം സെപ്റ്റംബർ 22-ന് അജ്മാൻ അൽ മൗമീനിൽ വിമൻസ് ക്ലബിൽ നടക്കും. കുന്നോളം പൊന്നോണം 2024 എന്ന പേരിലുള്ള ആഘോഷ പരിപാടികൾ രാവിലെ 11 മുതൽ രാത്രി 7 മണി വരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ കലാസാംസ്കാരിക പരിപാടികൾ ഇതോടൊപ്പം അരങ്ങേറും. MHR ടീമിന്റെ DJയും വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടാകും. വിപണി. കൂനമുച്ചി സെന്ററിൽ തുത്തൂസ് ഫ്രൂട്ടോ ഐസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. സുമാദേവി, സുഷമ ചന്ദ്രൻ എന്നിവർ ചേർന്ന് നാടമുറിച്ച് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PS ചന്ദ്രൻ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ അസീസ്, ലയൺസ് ചെയർമാൻ ശിവപ്രസാദ്, ഹരികുമാർ, സച്ചിൻ, സ്ഥാപനയുടമകളായ സുമേഷ് ദർ, തുഷാര സുമേഷ് എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. ഗവാസ്കർ ദത്ത് അനു ഗവാസ്കർ ദത്തിന് നൽകി ആദ്യ വിൽപ്പന നടത്തി. ഹിമാലയ ബ്രാൻഡിന്റെ 100% പ്രകൃതിദത്തമായ ഫ്രൂട്ട് ബേസ് ഐസ്ക്രീമും ഫ്രൂട്ട് ഐസ് ലോലി, 100% നാച്ചുറൽ ജ്യൂസ്, ചോക്ലേറ്റ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചെമ്പരത്തി ചായ, ശംഖുപുഷ്പം ചായ, ബ്ലൂ ടീ, ഐസ് ടീ, ഡയബറ്റിക് രോഗികൾക്ക് കഴിക്കാവുന്ന സ്പെഷ്യൽ ജ്യൂസുകളും ലഭ്യമാണ്. തുത്തൂസ് ഫ്രൂട്ടോ ഐസി, കൂനമുച്ചി സെന്റർ. ഫോൺ 9961243377. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6865 രൂപ, പവന് 54,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ചരമം. കിഴൂർ വേളാങ്കണ്ണി റോഡ് പറവളപ്പിൽ ഹെൻറി മകൻ ലാൽ നിര്യാതനായി. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. റീന ഭാര്യയാണ്. റിലേഷ്, റിൻസിൽ, റിങ്കിൾ എന്നിവർ മക്കളാണ്. കേച്ചേരി പട്ടിക്കര കൊള്ളന്നൂർ പൊറിഞ്ചിലോനപ്പൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സിസിലിയാണ് ഭാര്യ. ജേക്കബ്, ജസീന, ജിയ എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന് ചിറനെല്ലൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ ബുധനാഴ്ച പുലിയിറങ്ങും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാലോണനാളിലെ മത്സര കാഴ്ചകൾക്കായി നാടൊന്നാകെ കാതോർക്കും. സർപ്രൈസ് കാഴ്ചകളും കുട്ടിപ്പുലികളും ആവേശവും കാഴ്ചക്കാർക്ക് വിരുന്നാകും. രാവിലെ മുതൽ തൃശൂരിൽ ഗതാഗത നിയന്ത്രണം.
റോഡ് അപകട മരണം സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കുന്നംകുളം പോലീസ് കള്ളക്കേസെടുത്തു എന്നാരോപിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് വ്യാഴാഴ്ച. കേസെടുത്തത് ബസ് മാഫിയ സംഘത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണെന്നും ഇതിന് CPM-ന്റെ ഒത്താശയുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം. പനി ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചു. ഒരുമനയൂർ നോർത്ത് അമൃത വിദ്യാലയത്തിന് സമീപം വടുക്കുംപുറം പ്രമോദിന്റെ ഭാര്യ 45 വയസ്സുള്ള സിന്ധുവാണ് മരിച്ചത്. പ്രവാചക കീർത്തനങ്ങളുടെ ഇശൽ പൊലിമയിൽ നബിദിനാഘോഷങ്ങൾ. വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിയും അനുബന്ധ പരിപാടികളും വർണ്ണാഭം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.